അപ്പോൾ ഇന്നത്തെ ന്യൂസ് മോർണിംഗ് നമുക്ക് ബീഹാറിൽ നിന്ന് തുടങ്ങാമല്ലോ. ബീഹാറിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. പല നാടകീയതകൾ, പല സംഭവവികാസങ്ങൾ, അതിനൊക്കെ ശേഷം ഇപ്പോൾ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. 45,341 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ തേജസ്വി യാദവും സാമ്രാജ് ചൌധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഇന്ന് ജനവിധി തേടുന്നത്. വിശദാംശങ്ങൾ നൽകാൻ ബീഹാറിലെ ദർഭംഗയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡി ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. മോദ്, എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ? ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞും ചർച്ച ചെയ്തും വിശകലനങ്ങളും എല്ലാത്തിനും ശേഷം ഇപ്പോൾ SIRന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കുന്നു. ബീഹാറികൾ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്ര കണ്ട് താല്പര്യം തുടക്കത്തിൽ തന്നെ ആളുകൾക്കുണ്ട്? എത്ര വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാനുണ്ട്? എങ്ങനെയാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് ബീഹാറിന്റെ മൊത്തം വോട്ടെടുപ്പിൽ എത്ര കണ്ട് നിർണായകമാണ്? സൈഫും ജിൽസിയും പറഞ്ഞ പോലെ തന്നെ ബീഹാറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വോട്ടെടുപ്പ് ഇതിനകം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് 2-3 ബൂത്തുകളാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ മെല്ലെ ആണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഈ ബൂത്തുകളിലേക്ക് രാവിലെ തന്നെ ഏജന്റുമാർ എത്തുന്നതിന് മുമ്പ് തന്നെ മീഡിയ വൺ സംഘം ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ബൂത്തിൽ വോട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു കന്നി വോട്ടർ ഇപ്പോൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ എത്തുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ പ്രതികരണം ചോദിക്കാം. फर्स्ट वोटर डाले हैं. लंबा क्यों नहीं उधर? लंबा क्यों है, 10-15 आदमी है. क्या मुद्दा के लिए आपका? समाज का भलाई, समाज से सुरक्षा हो, समाज का प्रगति हो. അദ്ദേഹം നീണ്ട ക്യൂ ആണ് എന്നാണ് പറയുന്നത്. നീണ്ട ക്യൂവിൽ 15 പേരുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മളുടെ നാട്ടിലൊന്നും കേരളത്തിലൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. കാര്യം ഏറ്റവും വലിയ നീണ്ട വോട്ട് ഒരു 15 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ഈ ബൂത്തിലെ ഒരു കന്നി വോട്ടർ നമുക്ക് വരികയാണ്. आई एम रियली हैप्पी टू दिस अरेंजमेंट्स. यहाँ जो अरेंजमेंट किए हैं बहुत अच्छे हैं. अब पुलिसकर्मी काफ़ी सपोर्ट कर रहे हैं. थैंक्स टू द मैनेजमेंट ऑफ बिहार. क्या मुद्दा के लिए आपका वोट मतदान? मुद्दा नाम नहीं लेंगे, मगर जो नीतीश सरकार काफ़ी अच्छा काम किए हैं. बिहार में डेवलपमेंट हो रहा है, इसके लिए उनको धन्यवाद हम देते हैं. ओके, थैंक यू. ഇവിടെ വോട്ടർമാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം തന്നെ കാര്യം ഇപ്പോൾ പലപ്പോഴും ഒരു 10-15 പേരിന് അപ്പുറത്തേക്ക് ഒരു വോട്ടിംഗ് ഇവിടെ ഇല്ല. ഇതിന് ഒബ്സർവേഷൻ അടക്കമുള്ള ഒബ്സർവർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ദർഭംഗയിലെ വോട്ടിംഗ് ഒരു 8 മണിയോടുകൂടി വളരെ മികച്ച രീതിയിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. കാര്യം ഇതൊരു തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തൊഴിലാളികൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അവർ തൊഴിലിടത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇതുവരെ ഉള്ള രീതിയിൽ ഒരു മന്ദഗതിയിൽ തന്നെയാണ് വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ ഇത് വോട്ടിംഗ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സുമോദ, ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ ഹരിയാനയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബീഹാറിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ ആളുകളുടെ മനസ്സിലുണ്ടാകുമെന്ന് കരുതാം നമുക്ക്. അതെ, കാര്യം ഈ വോട്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇവിടെ ഈ സൈക്കിൾ റിക്ഷയിലാണ് ഇപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യാൻ എത്തുന്നത്. കാര്യം നമ്മളുടെ ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു 40 വർഷം മുമ്പ് പോലും ഇതിനേക്കാൾ ഒരു മികച്ച ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആളുകൾ പറയുന്നത് ഇവിടെ വികസനം വന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഇന്നലെ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം ഈ ബ്രസീലിയൻ മോഡലിനെ കുറിച്ച് തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര പേരാണ് ഇവിടെ ഹരിയാനയിൽ വോട്ട് ചെയ്തത്, ആ തരത്തിലുള്ള ഒരു അട്ടിമറി ഒരു ബീഹാറിലും ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം ഭയക്കുന്നത്. മാത്രമല്ല ഇന്നലെ മീഡിയ വൺ സംഘം ദർഭംഗയിൽ തന്നെ ബഹാദൂർ
ബഹദൂർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിരവധി ആളുകൾക്ക് വോട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് വോട്ടില്ലാതായി വരുന്നത് RJDയുടെ പ്രാദേശിക പ്രവർത്തകന്മാരുടെ വീടുകളിലാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് പലപ്പോഴും വോട്ടില്ലാതെ വരുന്നത്. ദളിത് വിഭാഗങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണ് വോട്ടില്ലാതെ വരുന്നത്. കാര്യം ഒരു കേരളത്തിലെ പോലെ തന്നെ ഒരു ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമല്ല. കാര്യം ഇപ്പോൾ പാസ്വാൻ ടോള എന്ന് പറഞ്ഞാൽ അവിടെ ഈ പണിയെടുക്കുന്നവർ പ്രത്യേക ദളിത് മഹാദളിത് വിഭാഗങ്ങൾ അവരാണ് കൂടുതലും. ആ ഓരോ ചേരിയിലും ഓരോ ജാതിക്കാരാണ് താമസിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് പേര് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നേതാവിൻ്റെ പേര് ചോദിക്കുമ്പോൾ അവരുടെ താമസ സ്ഥലം ചോദിക്കുമ്പോൾ ആ ജാതി പറഞ്ഞിട്ട് ആ ഏരിയയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കാര്യം ഇടകലർന്ന് പോലും ഇവർ താമസിക്കാറില്ല. ആ മേഖലയിലാണ് പലപ്പോഴും ഈ വോട്ട് ചോരി സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ദൃക്സാക്ഷികളാണ് അതിന്. നമ്മൾ മീഡിയ വൺ സംഘം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞു. 1 മണിക്കൂറുള്ളിൽ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ്. രാജകുമാരി ദേവി എന്ന് പറയുന്നവർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വോട്ട് കട്ട് ചെയ്ത് മാറ്റിയിരുന്നത്. ആ സ്ത്രീ, ജീവിച്ചിരിക്കുന്ന സ്ത്രീ തന്നെ കൃത്യമായ രേഖകളടക്കം നൽകിയിട്ടുണ്ട്. BLO നൽകിയിട്ട് പോലും അവർക്ക് വോട്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഈ കള്ളച്ചുരിയ ഉപയോഗിച്ചുള്ള ഒരു വോട്ട് അട്ടിമറി നടത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് പ്രതിപക്ഷം കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും പരമാവധി എല്ലാ ആളുകളും നേരത്തെ എത്തി തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്.